ചരക്കു കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരും ഊർജിതമാക്കി. വിവരങ്ങളുമായി സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നത്. സിനോജ്, മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ്, 17ഓളം ഇന്ത്യക്കാർ ഈ കപ്പലിൽ ജീവനക്കാരാണെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഈ ഒമാനും ഇറാനും ഇടയിലുള്ള കടലിടുക്കിന്റെ ഭാഗത്ത് വെച്ചാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഈ കപ്പലിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ, ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവരുടെ അവസാനത്തെ സന്ദേശങ്ങൾ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചത് എപ്പോഴാണ്? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് കുടുംബത്തിന് ലഭിക്കുന്ന മറുപടി? ബിനിൽ, അതായത് 3 മലയാളികൾ ഈ ഷിപ്പിലുണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാലക്കാട് സ്വദേശിയും ഒരു വയനാട് സ്വദേശിയും ഒരു കോഴിക്കോട് സ്വദേശിയുമാണ് ഉള്ളത്. ഇതിൽ വയനാട്ടുകാരൻ്റെ കുടുംബവുമായി കോഴിക്കോടുകാരൻ്റെ കുടുംബവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതായത് കോഴിക്കോട് സ്വദേശിയായ ശ്യാംനാഥ് വെള്ളിപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം ഈ ഷിപ്പിലെ സെക്കൻഡ് എഞ്ചിനീയറാണ്. അദ്ദേഹം ഇന്നലെ രാവിലെ 7:30 മണിക്ക്, ഇന്ത്യൻ സമയം 7:30 മണിക്ക് കുടുംബവുമായി സംസാരിച്ചെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ കുടുംബത്തിന് മുംബൈയിൽ നിന്നുള്ള, ഈ ഷിപ്പിംഗ് കമ്പനിയുടെ മുംബൈയിൽ നിന്നുള്ള ഓഫീസിൽ നിന്നുള്ള വിവരം, ഒരു ഫോൺ കോൾ വരുന്നു. അതായത് ഈ കപ്പൽ തട്ടിയെടുത്തതായിട്ടുള്ള വിവരം ഈ കുടുംബത്തെ അറിയിക്കുന്നു. അതിനുശേഷം ശ്യാംനാഥുമായി കുടുംബം സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഫോൺ കോൾ പോയില്ല എന്ന് പറയുന്നു. വാട്സപ്പ് വഴിയാണ്, ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷേ ഇന്റർനെറ്റ് ലഭ്യമല്ലാത്തതുകൊണ്ട് അവർക്ക് വിളിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനുശേഷം ഒരു വിവരവും ലഭ്യമായിട്ടില്ലെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇതേ കമ്പനിയിലാണ് ശ്യാംനാഥ് ജോലി ചെയ്തു വരുന്നത്. ഈ ഷിപ്പ് മുംബൈയിൽ എത്തുന്ന സമയം അവിടെ ഇറങ്ങി നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. 7 മാസം മുൻപാണ് ഈ റൂട്ടിൽ ഇദ്ദേഹം ജോലിക്ക് വേണ്ടി കയറിയിരിക്കുന്നത്. ഈ സമയത്താണ് ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് വയനാട് കാട്ടിക്കുളം സ്വദേശി ധനേഷാണ്. ഈ ധനേഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ധനേഷ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചത്. ഇന്നലെ വാട്സപ്പിൽ രാവിലെ വരെ ചാറ്റ് ചെയ്തിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അവർക്കും ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് മുംബൈയിലെ ഈ MSC കമ്പനിയിൽ നിന്ന് ഒരു ഫോൺ വിളി എത്തുന്നത്. ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളി എത്തുന്നു. അതിനുശേഷം ഈ ധനേഷുമായി ബന്ധപ്പെടാൻ വേണ്ടി കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ഈ 8 മാസം, കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ധനേഷ് ഈ കപ്പലിൽ കയറുന്നത്. കഴിഞ്ഞ 4 വർഷമായി, 3.5 വർഷത്തോളം ഇതേ കപ്പലിൽ തന്നെയാണ്, ഇതേ കമ്പനിക്ക് കീഴിലാണ് ധനേഷ് ജോലി ചെയ്യുന്നത്. സെക്കൻഡ് ഓഫീസറായിട്ടാണ് ധനേഷ് ജോലി ചെയ്തു വരുന്നത്. അദ്ദേഹവും ഈ നാട്ടിലേക്ക്, അദ്ദേഹത്തിന് ഒരു 2.5 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. കുഞ്ഞിൻ്റെ ഈ നൂലുകെട്ടിനൊക്കെ വേണ്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വയനാട്ടിൽ നിന്നുള്ള MLA മാർ ഈ കുടുംബവുമായി സംസാരിച്ചെന്നാണ് ധനേഷിന്റെ പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം 3rd ഓഫീസറാണെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ 3 പേരുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറയുന്ന 4മതൊരു മലയാളി കൂടി ഉണ്ടെന്നൊരു സംശയമുണ്ട്. പക്ഷേ പേര് അവർക്ക് ലഭ്യമായിട്ടില്ല. അങ്ങനെ 3 പേരുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. 4മത് ഒരാൾ കൂടി, ഒരു മലയാളി കൂടി ഉണ്ടെന്നൊരു സംശയം ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും ഈ ഷിപ്പിംഗ് കമ്പനി പറയുന്നത് സർക്കാർ തലത്തിൽ ഇടപെട്ടാൽ മാത്രമേ കപ്പൽ അവിടെ നിന്ന് മോചിപ്പിച്ച് ഇവരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ത്യൻ സർക്കാരും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒരു ശുഭ സൂചകമായിട്ടാണ് കുടുംബാംഗങ്ങൾ കാണുന്നത്. സുരക്ഷിതമായി ഇവർ മടങ്ങിയെത്തുമെന്ന് കുടുംബം കരുതുന്നു. കാരണം മലയാളികൾ മാത്രമല്ല, മറ്റ് ഇന്ത്യക്കാരുണ്ട്, മറ്റ് രാജ്യക്കാരുണ്ട്, പല രാജ്യക്കാരുള്ളത് കൊണ്ട് തന്നെ സുരക്ഷിതമായി ഇവരെല്ലാം തന്നെ വീടുകളിലേക്ക് അധികം വൈകാതെ മടങ്ങിയെത്തുന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളുള്ളത്. ബിനിൽ, ഓക്കെ, എന്തായാലും ടെഹ്റാനുമായി ദില്ലിയും അതേപോലെ തന്നെ വാഷിങ്ടണും നിരന്തരം ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.